സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്തയാണ് റാപ്പർ വേടൻ. ആ വേടന് അവാർഡ് കിട്ടിയതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളെ പറ്റിയാണ് ഞാൻ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. ഏതോ ഒരു ഷിനി മധുസൂദൻ എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണുപിള്ള വന്നിട്ട് വേടനെതിരെ വലിയ രീതിയിലുള്ള ഒരു പരാക്രമം അഴിച്ചുവിടുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തന്തയില്ലായ്മ പറയുന്നതിന് പരിധിയില്ലേ എന്ന് നമ്മൾ അപ്പോൾ ആ സമയത്ത് ചോദിച്ചതുമാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം പിന്നാലെ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന് ഈ അവാർഡ് കിട്ടാനായിട്ട് കാരണമായത് എന്താണെന്നുള്ള ചോദ്യവുമായിട്ടാണ് മാപ്രകളും അതേപോലെ തന്നെ കുറേ യൂട്യൂബർമാരും രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് കൈതപ്രം നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ വേടന് ഈ പറയുന്ന ഒരു അവാർഡ് കിട്ടിയതിനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അതേപോലെ തന്നെ വേടന് ഒരുപാട് കേസുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് വേടൻ. കഞ്ചാവ് കേസ്, പെണ്ണ് കേസ്, അങ്ങനെയൊക്കെ കുറേ കേസുകളിൽ പെട്ടൊരു വ്യക്തിയാണ് വേടൻ. അങ്ങനെ ഒരു വേടന് അവാർഡ് കിട്ടിയതിനെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കുറെ ആളുകൾ ഈ പറയുന്ന കൈതപ്രത്തിന്റെ അടുത്തേക്ക് ചെന്നത്. നമുക്കറിയാം കൈതപ്രം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യം ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ചോദ്യം എന്തർത്ഥം വെച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ നൈസായിട്ട് തന്നെ പ്രതികരിച്ചുകൊണ്ട് ആ ഒരു മറുപടി അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം കൊടുത്ത മറുപടി അതൊക്കെ കഴിഞ്ഞ കേസ്, വിമർശനവും സുദർശനവും ഒക്കെ ഉണ്ടാകും. വേടന് സംസ്ഥാന അവാർഡ് ലഭിച്ചതിലെ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് കൈതപ്രം പ്രതികരിച്ച ഒരു രീതി ഇതാണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. സാർ, അതിനിടയിൽ നമ്മൾ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച അതൊന്നും പറയണ്ടേ, അതൊക്കെ ഇതൊന്നും പറയാ, അത് കഴിഞ്ഞ കേസാണ്. ഞാൻ പറയുന്നില്ല, അതൊന്നും ഞാൻ പറയും. അതൊന്നും എന്നോട് ചോദിക്കണ്ടവൻ. അതൊക്കെ അവാർഡ് നിശ്ചയിച്ച ആൾക്കാരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണ്ടോ. താങ്കൾ തൃപ്തനാണെന്ന്. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ വേണ്ട. അതുകൊണ്ടിട്ട് ഇപ്പം വിമർശനവും സുദർശനവും ഒക്കെ ഉണ്ടാവും. അതൊന്നും എനിക്ക് വാദമല്ല. ഓക്കെ, മാറിക്കോളൂ. കണ്ടില്ലേ ആ ഒരു പ്രായത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി? ഈ ചോദ്യം എന്ത് ലക്ഷ്യം വെച്ചിട്ടുള്ള ചോദ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ SC/ST വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടികയിൽ ചേർത്തിട്ടുള്ള, പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഒരു നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട, ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഏതൊക്കെ രീതിയിലേക്ക് ഡിസ്കഷൻസ് പോകുമെന്നും ഏതൊക്കെ രീതിയിൽ ആ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് നല്ല വ്യക്തമായിട്ടും ബോധ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് കൈതപ്രം അവിടെ ഒരു ആത്മസമീപനം പാലിച്ചത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. വിമർശനവും സുദർശനവും ഒക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിങ്ങൾ അവാർഡ് നിശ്ചയിച്ച ആളുകളോട് പോയി ചോദിക്കുക ഈ ചോദ്യങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ അദ്ദേഹം കൊടുത്തു. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിരുന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് വേടനെതിരെ കൈതപ്രം ഈ പറയുന്ന ജാതീയ അധിക്ഷേപം നടത്തി, അല്ലെങ്കിൽ വേടനെതിരെ കൈതപ്രം പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള മെഴുകലുകൾ നമ്മൾ കാണേണ്ടി വന്നേനെ. ഇത് ചെറിയൊരു കാര്യം മാത്രമാണ്, ഇതൊരു സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേടൻ അവാർഡ് കിട്ടിയതിന്റെ പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ അത് ഏതൊക്കെ തലത്തിലേക്കാണ് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പെണ്ണുപിടിയനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ അവാർഡ് ലഭിക്കും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അവരോട് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോയിൽ ചോദിച്ചതാണ്, ഇന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഒരു പെണ്ണുപിടിയന് അവാർഡ് കിട്ടി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിയന് അവാർഡ് കിട്ടിയതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ വേടനെതിരെ ഈ പറയുന്ന രീതിയിൽ പരാമർശം നടത്തുന്ന ആളുകൾ ആരൊക്കെയാണ്? സംഘിമിത്രങ്ങളാണ്. മമ്മൂട്ടിക്കെതിരെയും ഒക്കെ ഇതേ സംഘിമിത്രങ്ങൾ തന്നെയാണ് വൃത്തികേടുമായിട്ട് വന്നത്. അപ്പോൾ മോഹൻലാൽ അവാർഡ് കിട്ടിയപ്പോൾ സംഘിമിത്രങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം മോഹൻലാൽ അവരുടെയൊക്കെ ആള് തന്നെയാണ്. മോഹൻലാൽ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് പറയുകയുണ്ടായി, പരസ്ത്രീ ബന്ധം മോഹൻലാലിനുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുമായിട്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും ആളുകളുമായിട്ട് തനിക്ക് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞൊരു ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ വേടൻ മാത്രം ഒരു പെണ്ണുപിടിയനാണ്, ഒരു കഞ്ചാവോളിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേടനെ മാത്രം ആക്രമിക്കാൻ വരുന്ന ഒരു രീതി, അതെന്ത് വൃത്തികെട്ട രീതിയാണ് മക്കളെ? എത്ര പേരാണ് കഞ്ചാവും അതേപോലെ തന്നെ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിലുള്ളത്? ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് വൃത്തികെട്ട ഒരു സ്വഭാവമാണ് വേടനുള്ളത്?
അപ്പൊ എല്ലാവരെയും പറയുമ്പോൾ എല്ലാം പറയണ്ടേ? അപ്പൊ വേടൻ അവാർഡ് കിട്ടിയതിന് പിന്നാലെ പലതരത്തിലുള്ള താരതമ്യങ്ങളാണ് വന്നത്. അതായത് ജൂറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വിമർശനവുമായിട്ട് വരുന്ന ആളുകളുടെ പഠനമാണ് നമ്മൾ കണ്ടത്. അവർ പറയുന്നത് വയലാർ, കൈതപ്രം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ വെറും ഒരു അപഹസ്യനായ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കുന്ന സമൂഹത്തിൽ ആർക്കും ഒരു പ്രതിബദ്ധത ഇല്ലാത്ത, സമൂഹത്തിനോട് തന്നെ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുത്തതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്നാണ് പലരും ചോദിക്കുന്നത്. അത് വേടനെയും വയലാറിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. വേടൻ ഇന്നത്തെ തരത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ എത്തിച്ചൊരു കലാകാരനാണ് വേടൻ. നമുക്കറിയാം കലാഭവൻ മണി, നാടൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള നാടൻ പാട്ടും കലാഭവൻ മണിയുടെ നാടൻ പാട്ടും രണ്ടും രണ്ടാണ്. കലാഭവൻ മണി വന്നൊരു പാട്ട് പാടിയപ്പോഴാണ് അതിനെ നമ്മളൊരു നാടൻ പാട്ടായിട്ടും കലാഭവൻ മണിയുടെ ഒരു പാട്ടായിട്ടും നമ്മൾ സ്വീകരിച്ചത്. പലപ്പോഴും പല അമ്പലങ്ങളിലും പരിപാടികളിലൊക്കെ പോകുമ്പോൾ കലാഭവൻ മണി പാടുന്ന രീതിയിൽ ആരും പാടുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം നാടൻ പാട്ടിന്റെ ഒരു തനതായ രൂപം അത് വേറെ രീതിയിലാണ്. എന്നാൽ കലാഭവൻ മണി അവതരിപ്പിച്ചിരിക്കുന്ന ശൈലിയാണ് വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് റാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാത്ത കുറെ വാക്കുകൾ കുറെ ആളുകൾ ഉച്ചരിച്ചുകൊണ്ട് പല പാട്ടുകളും പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വേടനെ എന്താണ് വ്യത്യസ്തമാക്കിയത്? വേടന്റെ ആ ഒരു ശൈലിയാണ്. ആ ശൈലി കൊണ്ട് തന്നെയാണ് വേടൻ വളരെ വ്യത്യസ്തനായതും വേടന്റെ റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപം ഈ പറയുന്ന കേരളത്തിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തത്. വേടൻ വെറുതെ ഒരു പാട്ടും പാടി റാപ്പും പാടി പോവുകയൊന്നുമല്ല, ആ പാട്ടിൽ കൂടി വേടൻ ചിലത് പറയുന്നുണ്ട്. ആ പറയുന്നതിനോടുള്ള വിമുഖതയാണ്, അല്ലെ ആ പറയുന്നത് കൊണ്ട് ചില ആളുകൾക്ക് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. ആ കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് വേടനെതിരെ ഈ രീതിയിലുള്ളൊരു അക്രമം അല്ലെങ്കിൽ ആരോപണങ്ങൾ അഴിച്ചു വിടാനായിട്ട് ഇവർ മുന്നിലേക്ക് വരുന്നതും. അപ്പൊ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് വേടനെ വയലാറിനോട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഉത്തരാ സ്വയംവരവും സംഗീതമേ അമര സല്ലാപമേ പോലുള്ള ഗാനങ്ങൾ ഇന്നത്തെ സിനിമകളിലില്ല. സംഗീതത്തിൽ പുതിയ രീതികൾ വരുന്ന കാലമാണിത്. ഗായത്രി അശോകൻ എന്ന് പറയുന്ന ഒരു മേഡമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ ഇതിന്റെ ലിറിക്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറെ ലിറിക്സ് ഇരുന്ന് വായിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പ്യുവർ ലിറ്ററേച്ചറിന് കൊടുത്തില്ല എന്നുള്ളതാണ്, റാപ്പിന് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പുതിയ ഇമേജറി, പുതിയ ഐഡിയാസ്, അല്ലെങ്കിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെക്കണം. ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു ആ ആൾക്കാരുടെ വോയിസിനൊരു വോയിസ് കൊടുക്കുക. ഈ ഒരു പോയറ്റിക് ഓണസ്റ്റി, ടൈലർ മെയ്ഡ് ആയിട്ടൊരു പാട്ടിന് വേണ്ടി ഉണ്ടാക്കാതെ ഓണസ്റ്റ് ആയിട്ട് ലിറിക്സ് സിൻസിയർ ആയിട്ട് എഴുതുക, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു USP എന്ന് പറയുന്നത്. ഇനിയിപ്പോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്റെ സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിക്കുന്നതോ വയലാറായിട്ടൊക്കെ വയലാറിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് ഇതിലേക്ക് എത്തിയല്ലോ, ഇങ്ങനെയുള്ള കമ്പാരിസൺസ് വളരെ റിഡിക്കുലസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ മ്യൂസിക്കൽ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1980s പാടിയിരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ 1970s പാടിയിരുന്ന, ഇപ്പൊ സപ്പോസ് ഒരു വളരെ ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരാ സ്വയംവരം അല്ലെങ്കിൽ സംഗീതമേ അമര സല്ലാപം അങ്ങനത്തെ പാട്ടുകള് ഇപ്പൊ സിനിമയിൽ വളരെ കുറവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം മ്യൂസിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലാംഗ്വേജും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ട് എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ല, ഇത് ലിറ്ററേച്ചറിനും ബാധകമാണ്. വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന മേഡം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിലൊരു കമന്റ് ഞാൻ കണ്ടത്, അമൽരാജ് എന്ന് പറയുന്ന ഒരു സംഗീതപുത്രനാണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ കമന്റ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ ചേച്ചി സേട്ടൻ സെലക്റ്റീവ് വോയിസ് ആണ്, പണ്ടത്തെ കാര്യങ്ങളെ ഇപ്പോഴും ഉണ്ടെന്നുള്ള രീതിയിൽ വളച്ചൊടിക്കുക, കുറച്ചു പേരോട് മാത്രമാണ് പാട്ടിലൂടെ മറുപടി പറയുന്നത്. എന്നാൽ അതേ തെറ്റ് മറ്റു ചിലർ കാട്ടുമ്പോൾ സുഡാനിലെ മനുഷ്യർക്ക് വേണ്ടി പാട്ടില്ല, പഹൽഗാമിൽ മരിച്ചവർക്ക് വേണ്ടി പാട്ടില്ല, ജോസഫ് മാസ്റ്റർക്ക് വേണ്ടി പാട്ടില്ല, കേരളത്തിലെ ഇപ്പോഴത്തെ അഴിമതിക്കെതിരെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. എൻ്റെ പൊന്ന് അമൽ മോനെ, എൻ്റെ പേരും നിന്റെ പേരും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നീ ഈ പറഞ്ഞു വെക്കുന്ന കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് വേടൻ പാടുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം, ഒരു കാര്യം കാണിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം. ഇന്ന് ഞാൻ കണ്ട വേറൊരു വാർത്ത, കേരള സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിക്ക് നേരെ ജാതീയ അധിക്ഷേപം എന്ന് പരാതി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം, താഴ്ന്ന ജാതിക്കാർ സംസ്കൃതം വകുപ്പിനെ അശുദ്ധമാക്കി. കേരള സർവകലാശാല വകുപ്പ് മേധാവി ജാതി അധിക്ഷേപം നടത്തിയെന്ന് PhD വിദ്യാർത്ഥിയുടെ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ നടന്നതല്ലേ, അതോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതാണോ മോനെ? 7 നവംബർ 2025 എന്നാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമാണെന്നാണോ സംഗീപുത്ര താങ്കൾ അവകാശപ്പെടാൻ ശ്രമിക്കുന്നത്? ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ?
അതായത് വേടൻ പറയുന്നത് അടിച്ചമർത്തലുകളും അടിമത്തവും അതേപോലെ തന്നെ ജാതീയ വർണ്ണ വിവേചനങ്ങളും ഒക്കെയാണ് വേടൻ വരച്ചു കാണിക്കുന്നത്. ഇതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു തെളിവ് കാണിച്ചതാണ്. ഇതിനു മുൻപ് സമീപ ദിവസങ്ങളിലും സമീപ കാലയളവുകളിലുമെല്ലാം പലതരത്തിലുള്ള ജാതീയ അധിക്ഷേപങ്ങളും പലതരത്തിലും പല ആളുകളെയും ജാതിയുടെ പേരിൽ അടിച്ചമർത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ജാതീയ അധിക്ഷേപം അല്ലെ ഈ പറയുന്ന രീതിയിലുള്ള അടിച്ചമർത്തലുകളും ഒന്നും ഇല്ല എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുന്നത്? എത്രയോ വലിയ വലിയ പാട്ടുകളുണ്ട്, എന്നിട്ടും വേടന്റെ പാട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വേടന്റെ പാട്ട് തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം വേടൻ പാടുന്നത് നിശബ്ദരായിട്ടുള്ള അല്ലെ നിശബ്ദരാക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കള്ളത്തരവും ഒളിവും മറയും ഒന്നുമില്ലാതെ ഒരു പാട്ട്, ഒരു കലാരൂപം തിരഞ്ഞെടുക്കുകയും ആ കലാരൂപത്തിൽ കൂടി ഒരു ഒളിവും മറവും ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ പറയാൻ ശ്രമിക്കുന്നത് ഇന്നലകളിലും ഇന്നും എന്നും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്ര വൃത്തികെട്ട അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന പ്രശ്നക്കാരെ പറ്റി ഒന്നും പാടുന്നില്ല എന്നാണ്, കേരള സർക്കാരിനെ പറ്റിയുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘികൾ കാണിക്കുന്നതിൻ്റെ അത്രയും നെറികേടും വൃത്തികേടും ഒന്നും കേരള സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേടനെ ഈ വയലാറിനെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ഒരു കമ്പയർ ചെയ്തുകൊണ്ടല്ല, അവർക്ക് വേടനൊപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതിനെ പറ്റി വേടൻ പറയുന്നൊരു കാര്യമുണ്ട്. തനിക്കെതിരെ സംഘടിതമായിട്ടുള്ളൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ചില ആളുകൾ, അത് ആരാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിനെതിരെ, അതായത് ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി വേടന് പോലും അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ വേടൻ അയാൾക്കെതിരെ സംസാരിക്കും, മന്ത്രിക്കെതിരെ സംസാരിക്കാൻ പോകുന്നു, മന്ത്രിക്കെതിരെ പാടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ പല രീതിയിൽ കേസുകൾ വളച്ചൊടിച്ചു. അപ്പം മാധ്യമങ്ങൾക്കാണ് ഏറ്റവും വലിയ ത്വര വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിനെയും തമ്മിൽ അടുപ്പിക്കണം. അതിൽ കൂടി വേടന് കിട്ടുന്ന ആകെയുള്ളൊരു സപ്പോർട്ട്, ആ സപ്പോർട്ട് കൂടി ഇല്ലാണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഈ പറയുന്ന മാധ്യമങ്ങളാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ കളിച്ചപ്പോൾ വേടൻ അതിന് മറുപടി കൊടുത്തു. സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു മന്ത്രി, അദ്ദേഹം നല്ല പ്രായമുള്ളതല്ല, അതൊക്കെ ക്ഷമിച്ചു വിടേണ്ട കേസാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കത്തില്ല. അത് വെറുതെ നമുക്ക് ഒരുപാട് പ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കരുണയൊക്കെ കാണിക്കണമെന്നാണ് വേടൻ പറയുന്നത്. അപ്പൊ വേടൻ എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനും കിട്ടിയ നമുക്കൊരു ഊർജ്ജമാക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വേറെ കാര്യങ്ങൾ ഞാൻ കമന്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ശീലമായി മാറി. ഇപ്പോ കേസിന്റെ കാര്യമാണ് പറയണത്. കേസിന്റെ കാര്യത്തിൽ എനിക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കോടതിയുടെ പരിഗണനയ്ക്കകത്തുള്ള കാര്യമാണ്. അത് കോടതി തീരുമാനിക്കട്ടെ എന്താണ് അതിന്റെ കാര്യങ്ങൾ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആണ് ആണ് ഓ പിന്നെ തീർച്ചയായിട്ടും. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ്. അതൊന്നും ഭയങ്കര അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാരും ഉണ്ടെന്നിടയിലേ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു പോയതാണ്. ആകെ പണി വാളിപ്പോയത്. ഇല്ല ഒരിക്കലും അങ്ങനെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ടേംസിലുള്ള ആൾക്കാരാണ്. കാരണം പുള്ളിക്കാരൻ ലൈക്ക് പേഴ്സണലി നമ്മൾ മിണ്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. എൻ്റെ ആർട്ട് കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ലൈക്ക് ഇത് എനിക്കെതിരെ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടില്ലേ, മാധ്യമങ്ങൾ പല രീതിയിലും പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. വേടൻ അതിന് പക്വതയോടുകൂടി വ്യക്തതയോടുകൂടിയാണ് മറുപടി നൽകുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള നിലപാടും വ്യക്തിത്വവും നിലവാരവും ഒക്കെയാണ് വേടന്റെ ഓരോ വാക്കുകളിലും അല്ലെങ്കിൽ വേടന്റെ ഓരോ പ്രവൃത്തികളിലും. ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് വേടൻ. ആ വേടന്റെ നിലപാട് കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോഴും പെണ്ണു വിഷയത്തിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോഴും പിന്നീട് അതിനുശേഷം ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് വീണ്ടും വേടനെതിരെ അലിഗേഷൻസ് വന്നപ്പോഴുമെല്ലാം ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വേടൻ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചൊരു മോനാണ്. അതല്ലാതെ പലതന്തയ്ക്ക് പറഞ്ഞൊരു സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യനല്ല വേടൻ. എന്നാൽ സംഘിമിത്രങ്ങൾ കാണിക്കുന്ന എന്താണ്, ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ ഡബിൾ ഫാദർ സിൻഡ്രം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതിൻ്റെ ഒരു സിൻഡ്രമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിൽ കൂടി അവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, വേടനെ കുറ്റവാളിയാക്കണം. കാരണം നിറം ഇരുണ്ടതാണ്, ജാതിക്കാട് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വേടനെ വേട്ടയാടുന്നതെന്നുള്ളത്. അപ്പോൾ ജാതിക്കാടല്ല നിങ്ങളുടെ പ്രശ്നം. വേടൻ്റെ ആ ഒരു നിറവും വേടൻ്റെ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവൻ നിങ്ങളെക്കാൾ മുകളിലേക്ക് വരാൻ പാടില്ല, നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയിൽ നിന്നൊക്കെ തന്നെയാണ് സംഘികൾ ഈ രീതിയിൽ വേടനെതിരെ കളിക്കുന്നത്. ഏതൊക്കെ ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ ഏതൊക്കെ വലിയ ശക്തികൾ വന്ന് കളിച്ചാലും ആ വേടൻ്റെ ഒരു ചെറിയ രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല എന്ന് ഞാനിവിടെ എടുത്തു പറയുകയാണ്. നിലപാടും നിലവാരവും
വ്യക്തിത്വവും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 10 അല്ല 100 അല്ല 100,000 അല്ല ഒരു 10,000 അല്ല കോടിക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. എല്ലാം ആലോചിച്ചിട്ട് മാത്രമേ അയാളോട് സംസാരിക്കാൻ പോകാവുള്ളൂ. കാരണം അയാൾക്ക് അറിയാം എന്ത് പറഞ്ഞാൽ എവിടെ എന്ത് രീതിയിൽ അത് വളച്ചൊടിക്കപ്പെടും എന്നുള്ളത്. അങ്ങനെ അറിയാവുന്നത് കൊണ്ട് തന്നെയും അതിൻ്റെ ഒരു ഇരയായതുകൊണ്ട് തന്നെയും വേടൻ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേടനെ കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് കളിക്കുന്നത് സംഘികളോ അതോ സംഘികളുടെ കൂട്ടുപിടിച്ച് നടക്കുന്ന മറ്റ് കുട്ടി സംഘികളാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. എന്ത് തന്നെയാണെങ്കിലും വേടന് കിട്ടിയ അവാർഡിന് പിന്നാലെ എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കുന്നത് അല്ലേ? കഷ്ടമാണ്.